കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റിന് സമീപമുള്ള ഒരു പള്ളിയുടെ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള അനധികൃത കയ്യേറ്റം അധികൃതർ ഒഴിപ്പിച്ചിരുന്നു. വലിയ രീതിയിൽ അവിടെ എതിർപ്പ് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ നിമിത്തം കാര്യങ്ങൾ എളുപ്പമായി. ഏതാണ്ട് 38,000 ചതുരശ്ര അടി ഭൂമിയാണ് കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി, താൽക്കാലികമായ ചില നിർമ്മിതികളൊക്കെ നടത്തി ചിലർ ഉപയോഗിച്ച് പോകുന്നത്. അതിൽ കടകളുണ്ട്, ചെറിയ സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഇത് പള്ളിയുടെ മതിൽക്കെട്ടിനോട് ചേർന്ന് ഇരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ അവിടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികൾ ഇതിന് എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ സർക്കാരും പോലീസും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിച്ചു. പള്ളിക്കോ അതിനോട് ചേർന്നുള്ള ദർഗയ്ക്കോ യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകില്ല എന്ന് പോലീസും സർക്കാർ അധികൃതരും ഉറപ്പു നൽകി. അങ്ങനെ വലിയൊരു കൂട്ടം പിരിഞ്ഞു പോയെങ്കിലും ചെറിയ ഒരു ആൾക്കൂട്ടം, ഏതാണ്ട് 10-200 പേർക്ക് താഴെ വരുന്ന ഒരു ആൾക്കൂട്ടം അവിടെ നിലകൊള്ളുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ഈ ഒഴിപ്പിക്കൽ നടപടിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുകയും ഇവർക്കെതിരെ ലാത്തിചാർജും ടിയർ ഗ്യാസും പ്രയോഗിക്കുകയും ഇവരിൽ പലരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് രാത്രിക്ക് രാത്രി അത് ഒഴിപ്പിച്ചു. ഈ ചെറിയൊരു സമൂഹം അവിടെ തടിച്ചുകൂടിയതിന് കാരണം ഈ പള്ളി തകർക്കാനും പള്ളി പൊളിക്കാനും സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന വ്യാജ പ്രചാരണമാണ്. ഇപ്പോഴിതാ മറ്റൊരു പ്രചാരണം കൂടി ഇതിന്മേൽ ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ തുർക്ക്മാൻ ഗേറ്റിന് സമീപമുള്ള ഈ പള്ളിക്കും പള്ളിയുടെ അടുത്ത് ഈ കയ്യേറി ചില താൽക്കാലിക നിർമ്മിതികളൊക്കെ നടത്തി കച്ചവടം നടത്തിപ്പോരുന്ന ആ പ്രദേശത്ത് ഡൽഹി സ്ഫോടന കേസിൽ ചാവേറായി പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ നബി അവിടെ എത്തി എന്നാണ് പറയുന്നത്. ഇയാൾ അവിടെ വരികയും സഞ്ചരിക്കുകയും ചെയ്യുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് പോലീസ് തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഇതിനെ എടുത്തു പിടിച്ചുകൊണ്ട് ഈ ഉമർ നബി ഇവിടെ വന്നതുകൊണ്ടാണ് പോലീസ് ഇത് ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ തയ്യാറായത്, അധികൃതർ ഇങ്ങനെ ഇത് ഒഴിപ്പിക്കാൻ മുന്നോട്ട് വന്നത് അതുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഇതിന് നൽകുന്ന ഭാഷ്യം. എന്നാൽ ഡൽഹി ഹൈക്കോടതിയിലടക്കം ഇത് ഒഴിപ്പിക്കുന്നതിനെതിരെ ഹർജിയുമായിട്ട് പോയവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കോടതി ആ ഹർജി പരിഗണിച്ചെങ്കിലും സ്റ്റേ ഓർഡർ കൊടുത്തില്ല, അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. അതിനിടയ്ക്ക് ഡൽഹി സർക്കാർ നടപടികൾ പൂർത്തിയാക്കി. ഇതാണ് അവിടെ സംഭവിച്ചത്. നോക്കൂ, ഒരു ചതുരശ്ര അടിക്ക് ഏതാണ്ട് 35,000 രൂപ വില വരുന്ന അത്തരത്തിലുള്ള 38,000 ചതുരശ്ര അടി ഭൂമിയാണ് അല്ലെങ്കിൽ വസ്തുവാണ് അനധികൃതമായി കയ്യേറിയിരുന്നത്. ഇത് സർക്കാർ കയ്യും കെട്ടി നോക്കിയിരിക്കണം എന്നാണോ പറയുന്നത്? ഇവിടെ ഇപ്പോൾ ഈ ഉമർ നബിയുമായി ബന്ധപ്പെടുത്തി ഈ വിഷയം കൊണ്ടുവന്ന് ഈ ഒഴിപ്പിക്കലിനെതിരെ, ഈ അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വരാൻ ഒരുങ്ങുന്നത് മറ്റാരുമല്ല, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയാണ്. ഇന്നത്തെ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ആണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് ഇതൊരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയുള്ള നടപടിയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഈ കോൺഗ്രസിനോട് ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കർണാടകയിൽ, നിങ്ങളുടെ നേതാവ് കർണാടകയിൽ ഭരണം പിടിച്ചപ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ കട തുറന്നല്ലോ. ആ സ്നേഹത്തിൻ്റെ കട നോക്കി നടത്തുന്ന സിദ്ധരാമയ്യ സർക്കാർ അവിടെ ഈ അടുത്ത കാലത്ത് ഒരു ഒഴിപ്പിക്കൽ നടത്തി. അത് ഫക്കീർ കോളനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കോളനിയാണ് ഒഴിപ്പിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും മാറ്റി, അവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക നിർമ്മിതികൾ മുഴുവനും നിങ്ങളുടെ സർക്കാർ ഇടിച്ചു നിരത്തി. അങ്ങനെ ഇടിച്ചു നിരത്തിയതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് വർഷങ്ങളായിട്ട് ഈ സർക്കാർ ഭൂമി ഇതുപോലെ കയ്യേറി ചിലർ കൈയടക്കി വച്ചിരിക്കുകയാണ്, അവരവിടെ താമസിക്കുകയാണ് എന്ന സത്യം പുറത്തു വന്നത്. ഇത് എന്താ, സർക്കാർ ചെയ്തത് തെറ്റാണോ?
സിദ്ധരാമയ്യ സർക്കാർ ഇത്തരത്തിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചത് നിങ്ങൾ വലിയ ആഘോഷമാക്കി കൊണ്ടാടുന്നല്ലോ. ഈ അനധികൃതമായി ഭൂമി കയ്യേറുന്നത് തെറ്റാണ്, സർക്കാർ ഭൂമി അങ്ങനെ കയ്യേറുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നൊക്കെയാണല്ലോ കർണാടകയ്ക്കുള്ളിൽ കോൺഗ്രസ്സുകാരായ നിങ്ങൾ പറയുന്നത്. എന്നാൽ അത് ഡൽഹിയിലെത്തുമ്പോൾ എങ്ങനെ മാറി മറിയുന്നു? കർണാടകയിലെ അനധികൃത കയ്യേറ്റം ഡൽഹിയിലെത്തുമ്പോൾ അതെങ്ങനെ നിയമപരമായ കയ്യേറ്റമാകുന്നു? അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരിടത്ത് കയ്യേറ്റവും ഒരിടത്ത് കുടിയേറ്റവുമാണോ സംഭവിച്ചിരിക്കുന്നത്? ഈ കുടിയേറാൻ, അതായത് അഭയാർത്ഥികളായി വരുന്ന മനുഷ്യർ ഇത്തരത്തിൽ കുടിയേറാറുണ്ട്, അത് നമുക്കറിയാം. കുടിയേറ്റ കർഷകരുടെയൊക്കെ കഥകൾ നമ്മൾ കേരളത്തിൽ ധാരാളം കേട്ടതാണല്ലോ. ഈ വനഭൂമി വാസ്തവത്തിൽ അത് കയ്യേറിയതാണ്, പക്ഷെ നമ്മൾ അതിനെ പറഞ്ഞു കുടിയേറ്റമാക്കി. വനഭൂമി കയ്യേറി അവിടെ കൃഷി ചെയ്ത് പിന്നെ അത് കുടിയേറ്റമായി മാറിയ കഥയൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇവിടെ കർണാടകയിൽ അനധികൃത കയ്യേറ്റവും ഡൽഹിയിൽ കുടിയേറ്റവുമായി നിങ്ങൾ തന്നെ ചിത്രീകരിക്കുന്നത് എന്തിനാണ്? ഈ ഉമർ നബി എന്ന ഡോക്ടർ ചാവേറിനെ എന്തിനാണ് ഈ വിഷയവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? ഇയാൾ തെറ്റുകാരനാണെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ. അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ മരിച്ചുപോയ, സ്വയം പൊട്ടിത്തെറിച്ച് 15 മനുഷ്യരെ കൂടെ കൊലപ്പെടുത്തിയ ഒരാളിനെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ പള്ളിക്കോ ദർഗയ്ക്കോ ഒരു കേടുപാടുകളും വരുത്താതെ, അതിൻ്റെ ആ ചുറ്റുമതിലിൻ്റെ ഒരു ഇഷ്ടിക പോലും ഇളക്കാതെയാണ് ഡൽഹി സർക്കാരും ഡൽഹി പോലീസും ചേർന്ന് ഈ കയ്യേറ്റം ഒഴിപ്പിച്ചിരിക്കുന്നത്. 38,000 ചതുരശ്ര അടി കയ്യേറിയത് പരിപൂർണമായിട്ടും ഒഴിപ്പിച്ചു. അവിടുത്തെ താൽക്കാലിക നിർമ്മിതികളെല്ലാം ഇടിച്ചു നിരത്തി അതെല്ലാം ഈ പറഞ്ഞ പോലെ ടിപ്പർ ലോറികളിൽ കയറ്റി അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഈ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരവും പ്രക്ഷോഭവുമായിട്ട് വന്ന് പോലീസിനെ ആക്രമിച്ചവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇനി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഉമർ നബിയെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. കോൺഗ്രസിന് ഈ ഇരട്ടത്താപ്പ് നല്ലതല്ല. ഡൽഹിയിൽ ഒരു നീതി, കർണാടകയിൽ മറ്റൊരു നീതി. കർണാടകയിൽ കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ അത് ശരിയും ഡൽഹിയിൽ കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ അത് തെറ്റുമാകുന്നതിൻ്റെ രീതിശാസ്ത്രം മനസ്സിലാകുന്നില്ല. ഇത് കോൺഗ്രസ് ആവിഷ്കരിച്ച ഒരു പുതിയ ആഖ്യാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഏത് കൊടും കുറ്റവാളി ആയാലും ശരി, എത്ര വലിയ തീവ്രവാദി ആയാലും ശരി, ഏത് ഭീകരനായാലും ശരി, അവർക്കെതിരെ സർക്കാരും പോലീസും നടപടി സ്വീകരിച്ചിരിക്കും. അതിനി ഉമർ നബിയായാലും കൊള്ളാം, മറ്റാരാണെങ്കിലും ശരി. അതിനകത്തൊന്നും നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിനെ തടസ്സപ്പെടുത്താൻ സർക്കാരോ പോലീസോ അധികൃതരോ ഒന്നും തയ്യാറാകില്ല. അത് തീർച്ചയാണ്. ഇത് പുതിയ ഇന്ത്യയാണ്, മാറിപ്പോയ ഇന്ത്യയാണ്. നിങ്ങളുടെ കാലത്ത് ഭരിച്ചിരുന്നത് പോലത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്ന് മാത്രം തിരിച്ചറിയുക. എന്തായാലും ഈ തുർക്ക്മാൻ ഗേറ്റിന് സമീപമുള്ള ഈ അനധികൃത കയ്യേറ്റം, രാംലീല മൈതാനത്തോട് ചേർന്നുള്ളതാണ് ഈ കയ്യേറ്റം. അത് വളരെ കൃത്യമായിട്ട്, ഇത് എത്രയോ വർഷങ്ങളായിട്ട് പരാതിയുമായിട്ട് ആൾക്കാർ പോയി കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുകൾ സമ്പാദിച്ചതാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്. എന്നിട്ടും അത് ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കാതെ ഇത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ പുതിയ BJP സർക്കാർ വന്നതോടുകൂടി അവർ ഇത്തരത്തിലുള്ള അനധികൃത കയ്യേറ്റങ്ങൾ മുഴുവനും ഒഴിപ്പിച്ച് ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടുന്ന നടപടികൾ വേഗത്തിലാക്കി. അതാണ് തുർക്ക്മാൻ ഗേറ്റിന് സമീപമുള്ള ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ കലാശിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ ഇത്രയും പരാതികളൊക്കെ ഉണ്ടായി. ആ പരാതികളിന്മേൽ കോടതികൾ നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒഴിപ്പിച്ചത്. ഇത് തന്നെയല്ലേ കർണാടകയിലും നടന്നത്? ഫക്കീർ കോളനിയിലും ഇതുപോലെ കൃത്യമായി കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടല്ലേ കർണാടക സർക്കാർ നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്? അവിടെ ഈ പറയുന്നത് പോലെ ആഴ്ചകൾക്ക് മുമ്പേ വിദ്യുച്ഛക്തി ബന്ധം വിച്ഛേദിച്ചു. അവിടെ കറണ്ട് കണക്ഷൻ ഈ കോളനിയിലേക്ക് കൊടുത്തിരുന്നു. ആ കറണ്ട് കണക്ഷൻ വിച്ഛേദിച്ചു. അവരോടെല്ലാം ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് കൊടുത്തിട്ട് 1 വർഷമായി.
കുറെ ആൾക്കാർ ഒഴിഞ്ഞുപോയി, കുറെ പേർ ഇപ്പോഴും ഒഴിഞ്ഞു പോകാതെ അവിടെ തുടർന്നു. അവരെയാണ് നിർബന്ധപൂർവം അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് ആ കോളനി നിരപ്പാക്കി ആ ഭൂമി സർക്കാർ തിരിച്ചെടുത്തത്. അത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഭൂമിയാണ്, അല്ലാതെ ആർക്കെങ്കിലും വഴിയെ പോകുന്നവർക്ക് കയ്യേറാനുള്ളതല്ല. കർണാടക സർക്കാരിന്റെ നടപടി തീർത്തും ഉചിതമാണ്, അതിനകത്ത് യാതൊരു അനൗചിത്യവും ഇല്ല. ഇത് തന്നെയാണ് ഡൽഹിയിലെ രേഖാ ഗുപ്ത സർക്കാരും ചെയ്തത്. അവർ അനധികൃതമായ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഏറ്റവും നിയമപരമായ നടപടികൾ സ്വീകരിച്ചു. അതിനെ എതിർക്കാൻ വന്നവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ഒഴിപ്പിച്ചു മാറ്റി. അതിനുശേഷം ഈ പ്രദേശം, ഈ കയ്യേറ്റം ഒഴിപ്പിച്ചെടുത്തു. ഇതാണ് സംഭവിച്ചത്. ഇതിനകത്ത് ഈ ഭീകരവാദവും ഈ ഉമർ നബിയെയും ഒക്കെ കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. കോൺഗ്രസിന്റെ തലയിലെ ആണി ഊരിപ്പോയോ എന്ന സംശയമാണ് ഇത് ഉയർത്തുന്നത്. ഇവിടെ എന്തിനാണ് ജാതിയും മതവും ഒക്കെ കൊണ്ടുവരുന്നത്? കൃത്യമായി നിയമമനുസരിച്ചുള്ള നടപടികളല്ലേ എടുത്തിരിക്കുന്നത്, അതല്ലേ സ്വീകരിച്ചിരിക്കുന്നത്? പിന്നെ എന്തിനാണ് ഈ അനധികൃത കയ്യേറ്റക്കാരെ, നിയമലംഘകരെ നിങ്ങൾ പിന്തുണയ്ക്കുന്നത്? നിങ്ങളുടെ ഈ പിന്തുണ കാണുമ്പോഴാണ് പല സംശയങ്ങളും ഉയരുന്നത്. ഇത്തരത്തിൽ കയ്യേറിയിരിക്കുന്നത് ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണോ എന്നൊക്കെയുള്ള സംശയം, അല്ലെങ്കിൽ അവരെ രഹസ്യമായി പാർപ്പിക്കാൻ ഇതിലൂടെ ശ്രമിക്കുന്നുണ്ടോ ആരെങ്കിലും എന്നൊക്കെയുള്ള സംശയം ഉയരുന്നത് അവിടെയാണ്. എന്തായാലും രേഖാ ഗുപ്ത സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട്. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ ചെയ്തതുപോലെ തന്നെ അവരും കൃത്യമായി അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു.